അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ റഷ്യയും ചൈനയും ഇന്ത്യയും ഉക്രൈനെയും കാനഡയും ഒക്കെ വിട്ടിട്ട് പിടിച്ചിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങളെയാണ്. സൗദി സന്ദർശിക്കുന്നു, ഖത്തർ സന്ദർശിക്കുന്നു, UAE പോകുന്നു. എന്താണ് ട്രംപ് എന്തോ കൃത്യമായൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ GCCയിൽ കിടന്ന് കറങ്ങുന്നത് എന്ന് തോന്നുന്നു. എന്താണ് ട്രംപിൻ്റെ ഉദ്ദേശം? അതിൻ്റെ ഓരോരുത്തരും നമ്മൾ വളരെ മുമ്പ് പറഞ്ഞ ചർച്ചയുണ്ട്. അമേരിക്കയ്ക്ക് നമ്മളെക്കാട്ടും താല്പര്യം, ഇന്ത്യയെക്കാട്ടും താല്പര്യം ഗൾഫ് രാജ്യങ്ങളാണ്, മുസ്ലിം രാജ്യങ്ങളാണ്. കാരണം അവരെ ഈ പൈസ ലിക്വിഡ് മണിയുണ്ട്, നമ്മളെ വിശാലമായ മാർക്കറ്റാണ്. അങ്ങനെ ടാപ്പ് ചെയ്യാതിരിക്കാം. ഇപ്പം ഇന്ത്യയിലും വലിയ ഓനപ്പം ലോകത്ത് തന്നെ വലിയ വ്യവസായികൾ വരെ ഇന്ത്യക്കാരാണ്. അംബാനി, അദാനി ഈ പറഞ്ഞ റീറ്റെയിൽ മേഖലയിലേക്കൊന്നും കടന്നിട്ടില്ലെന്നേ. അംബാനി, ബിർള, വളരെ മൾട്ടിനാഷണൽസ് ഒരുപാടുണ്ട്. നമ്മളറിയാത്ത തന്നെയാണ്. നമ്മളറിയാത്ത വെളിരാജ്യങ്ങളിൽ വിദേശങ്ങളിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആൽബർട്ടോ ടൊറോസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷൂസിൻ്റെ ബ്രാൻഡുണ്ട്. നിങ്ങൾ ഇറ്റാലിയൻ ബ്രാൻഡാണ്, ബിർളയുടെ ബ്രാൻഡാണ്. പിന്നെന്താണ് നമ്മൾ ഹുസൈൻ്റെ പേരിലുള്ള വാൻ ഹുസൈൻ ഇന്ത്യൻ ബ്രാൻഡാണ്. അങ്ങനെ പലതും നമ്മൾ വിചാരിക്കുന്ന പലതും തലപ്പത്തിരിക്കുന്ന ഇന്ത്യക്കാർ റൺ ചെയ്യുന്നതാണ്. ബാറ്റ ഇന്ത്യൻ ബ്രാൻഡാണ്. അതെ. അപ്പം അമേരിക്ക ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർക്ക് സ്വന്തമായിട്ട് അങ്ങനെ വലിയ ബ്രാൻഡൊന്നുമില്ല. ഞാൻ സൗദി അറേബ്യയിൽ ചില പ്രൊഡക്ട്സ് കണ്ടിട്ടുണ്ട്. അത് എന്തെങ്കിലും ഉണ്ടാക്കണ്ടല്ലേ വിചാരിച്ച് ഉണ്ടാക്കേണ്ടത്. തന്നെ ടൂത്ത് ബ്രഷൊക്കെ 1-2 മെയ്ഡ് ഇൻ സൗദി അറേബ്യ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ആ ഒരു വിപണി ഇവർക്ക് ഓപ്പണാണ്. 2 രാജ്യങ്ങളെ പോപ്പുലേഷൻസ് വളരെ കുറവാണ്. 3 ഓട്ടോക്രാറ്റിക് റൂളാണ്, രാജഭരണമാണ്. അപ്പോൾ അമേരിക്ക എന്ത് വിചാരിക്കുന്നത് അവിടെ ചെയ്യാൻ പറ്റും. ഒരു ജനാധിപത്യത്തിൻ്റെ അസ്ക്യതയൊന്നുമില്ല. ഇസ്രായേൽ പോയാലും അത്ര എളുപ്പമല്ല. അവിടെ ജനാധിപത്യത്തിൻ്റെ അസ്ക്യതയുണ്ട്. ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇസ്രായേൽ. എതിർസ്വരങ്ങളുണ്ട്, വളരെ ശക്തമാണ്. അപ്പോൾ അവിടെ അതില്ല. പിന്നെ അവരുടെ ഈ ലിക്വിഡ് മണി ഉണ്ട്. നമ്മൾ കേരളത്തിലെ നായന്മാരെ പറ്റി പറയുമല്ലോ, അല്ലെങ്കിൽ കേരളത്തിലെ സവർണ്ണ ഹിന്ദുക്കളെ പറ്റി. അവർക്ക് ഭൂമിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷേ ലിക്വിഡ് മണി ഇല്ല അവരെ. ലിക്വിഡ് മണി ഈഴവരുടെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കയ്യിലുണ്ടാവും. പൊതുവെ ഇപ്പം അത് പറയുന്നു തോന്നുന്നു. മുമ്പ് കൊണ്ടൊക്കെ ലിക്വിഡ് മണി ഇല്ല. കോടിക്കണക്കിന് രൂപയുടെ അസറ്റ് ഉണ്ടാവും. ഈ NH സൈഡിലും MC റോഡിൻ്റെ സൈഡിലും ഒക്കെ വിശാലമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ലിക്വിഡ് മണി പെട്ടെന്ന് 1 കോടി രൂപ എടുക്കുന്നത് വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് ഇഴവൻ്റെ കയ്യിലും മുസ്ലിൻ്റെ കയ്യിലും ക്രിസ്ത്യാനിൻ്റെ കയ്യിലുണ്ട്. എന്നാൽ അവർ ബിസിനസ്സാണ്, പോളിംഗ് ആണ്. അപ്പം ഇതേമാതിരിയാണ് ലിക്വിഡ് മണി ഉണ്ട് ആരുടെ കയ്യിൽ, ഈ രാജ്യങ്ങളുടെ കയ്യിൽ. ഇത് ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇന്ത്യയിലെക്കാട്ട് അവർ ഞാനതായി പറഞ്ഞത് പ്രിഫർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുമ്പം നമ്മൾ ഈ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫണ്ടല്ലേ അയാൾ, അങ്ങനെയൊന്നുമില്ല ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. അതൊക്കെ വേറെ എന്തെങ്കിലും കരുത്. ഞാൻ വിചാരിച്ചത് ഈ പറയുന്ന പോലെ ആഭ്യന്തര വിഷയങ്ങളിലൊക്കെ ട്രംപ് ചിലപ്പോൾ നമുക്കെതിരായിരിക്കും. പക്ഷേ ഒരു ഇൻ്റർനാഷണലി ഒരു ക്രൈസിസ് വരുമ്പോൾ, പാകിസ്ഥാനൊക്കെ ഒരു ക്രൈസിസ് വരുമ്പോൾ പൊതുവേ നമുക്ക് അനുകൂലമായി നിൽക്കുന്നു. അതുപോലും കണ്ടില്ല. ഇപ്പോൾ പൊതുവെ പാകിസ്ഥാനിൽ നമ്മളെ ഒരേപോലെയാണ് അയാൾ അഡ്രസ്സ് ചെയ്യുന്നത്. മുമ്പ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ ചെയ്തത് എനിക്ക് ഓർമ്മയില്ല, ഞാൻ കേട്ടിട്ടില്ല. 2 ഗ്രേറ്റ് നാഷൻസ്. എന്തോന്ന് ഗ്രേറ്റ് നാഷൻ പാകിസ്ഥാൻ? ഇപ്പോൾ അല്ല, 2 കൺട്രീസ് നന്നായി. 2 ഗ്രേറ്റ് നാഷൻ എന്ന ഇന്ത്യൻ്റെ അതേ സ്റ്റാറ്റസിൽ നിങ്ങൾ പാകിസ്ഥാനെ പ്ലേസ് ചെയ്യുകയാണ്. അതത്ര എന്താണെന്ന് നമ്മൾ പറയാ, അല്ല അത്ര നിഷ്കളങ്കാന്ന് വിചാരിക്കണ്ട. ഈ ശശി തരൂർ കാറ്റ ക്ലാസ് എന്ന് പറഞ്ഞ പോലെ അത് നിഷ്കളങ്കാണ്. ഇപ്പോൾ ആ രീതി അങ്ങ് ഉപയോഗിച്ചതേ ഉള്ളൂ. പിന്നെ ഒരു സ്റ്റൈലിഷ് വേർഡ് ഇതതുപോലെ നിഷ്കളങ്കല്ല. അപ്പം അതിൻ്റെ പുറകിലൊരു രഹസ്യ അജണ്ട. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഈ അവിടുത്തെ രീതികൾ മനസ്സിലായി ഏറ്റവും നല്ല ഹോളിവുഡ് സിനിമകൾ കാണുന്നു. ഹോളിവുഡ് സിനിമകൾ അവർക്ക് നേരിട്ട് ഗവൺമെൻറ് പറയാൻ പറ്റാത്ത ഒരു ഹോളിവുഡ് സിനിമയിലൂടെ പറയും. അത് ഏരിയൻ ആണെങ്കിലും പുതിയ എന്തെങ്കിലും ടെക്നോളജി ആണെങ്കിലും. ഇപ്പോൾ AI പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ AI വില്ലൻ ആരാ പറയുക അല്ല, ഈ സിനിമയിൽ നമ്മുടെ എന്താണ് ഗോസ്റ്റ് പ്രോട്ടോക്കോളോ, മറ്റേ മിഷൻ ഇമ്പോസിബിളിൻ്റെ പുതിയ സീരീസ് റിലീസായിരുന്നു. അതിൻ്റെ തൊട്ടുമുള്ള സീരീസ് വില്ലൻ AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അമേരിക്കയിൽ ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. അത് അവർക്ക് നേരിട്ട് പറയാൻ പറ്റാത്തതാണ് അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സിനിമയിലൂടെ കൊണ്ടുവരുന്നത്. അപ്പം അവിടെ നമ്മുടെ ജോൺ വിക്ക് എന്ന പിള്ളേരുടെ സിനിമ ഉണ്ട്. ആ സിനിമയിൽ ഒരു ഹൈ ടേബിൾ ഉണ്ട്. ഹൈ ടേബിൾ അധോലോകത്തിൻ്റെ കേന്ദ്രം ഡീപ് സ്റ്റേറ്റ് ആണ്. അമേരിക്ക ഭരിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ആണല്ലോ. ലോകം ഭരിക്കുന്നത് തന്നെ അമേരിക്കയുടെ ഈ ഡീപ് സ്റ്റേറ്റ് ആണ്. അവിടെ പൂർണ്ണമായി കൺട്രോൾ ഇല്ലാത്ത അപൂർവം ചില രാജ്യങ്ങളേ ഉള്ളൂ. അതിലൊന്ന് ഇന്ത്യ, ഇറാൻ, ബാക്കി മറ്റേ നോർത്ത് കൊറിയ, ക്യൂബ ഒരു പരിധി വരെ, റഷ്യ, ചൈന, ഇത്തരം രാജ്യങ്ങൾ അവരെ പൂർണ്ണമായ കൺട്രോൾ ഇല്ലാതെ ഉള്ളൂ. അത് തീരെ അവർക്ക് കൊടുക്കാത്തത് ഇറാനും ഈ നോർത്ത് കൊറിയയാണ്. രണ്ടും ഒരു ഹെർമിറ്റ് സ്റ്റേജായി. ഇപ്പോൾ ചൈനയിലും ഇന്ത്യയിലും റഷ്യയിലൊക്കെ ഒരു പരിധി വരെ അവരുടെ സ്വാധീനമുണ്ട്. പക്ഷേ ഇതുപോലും ആ 2 രാജ്യങ്ങളിൽ പക്ഷേ 2 രാജ്യങ്ങളെ പൊളിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടോ? അപ്പോൾ ഈ നോർത്ത് കൊറിയനെ പൊളിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ
ഒരു പണി കൊടുക്കാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ്. ഈ ഇറാൻ എന്തുകൊണ്ടാണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. ഇറാൻ അവിടെ വേറെ എന്തെങ്കിലും ഗോളുണ്ടോ അതുകൊണ്ടാണ് പൊളിക്കാത്തതെന്ന് അറിയില്ല ഏതായാലും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ജോൺ വിക്ക് സിനിമയിൽ ഹൈ ടേബിൾ അവരാണ് ഈ പറഞ്ഞ ഡീപ് സ്റ്റേറ്റ് എന്നത്. അതിന് പ്രധാനപ്പെട്ട ആൾ അറബിയാണ്. ഹൈ ടേബിളിൽ 2 ആളുകളെ 3 ആളുകളെ കാണിക്കുന്നുള്ളൂ ടോപ്പ്. അതിൽ ഒരാളൊരു അറബിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലിക്വിഡ് മണി വഴി അറബികൾ വലിയ സ്വാധീനം. അതായത് അമേരിക്ക, ട്രംപ് ഈ അറബ് രാഷ്ട്രങ്ങളുടെ ഒരു വലിയ നിക്ഷേപം അമേരിക്കയിലേക്ക് വരും എന്ന് പ്രതീക്ഷയുണ്ട്. ഒന്ന് അത്. 2 ഈ പറഞ്ഞ നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. ഈ യൂറോപ്പിലുള്ള പല ഈ പറയുന്ന NGOസിനെയും സപ്പോർട്ട് ചെയ്യുന്നത് ഈ പെട്രോൾ ഡോളറാണ് അമേരിക്കയിലുള്ള. അതുപോലെ തന്നെ അവരുടെ ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ലോജിസ്റ്റിക് ആൻഡ് സ്ട്രാറ്റജിക് സപ്പോർട്ട്. ഗൾഫിൽ യുദ്ധങ്ങളൊക്കെ നടത്താൻ അവർക്ക് പറ്റുന്ന അറബ് രാജ്യങ്ങൾ സഹായിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഈ പറയുന്ന പോലെ അവരുടെ സ്വകാര്യമായിട്ട് ഈ പറയുന്ന അവിടെ നേതാക്കന്മാരുടെ കുടുംബങ്ങളെ സ്പോൺസർ ചെയ്യുന്നുണ്ട്, സെലിബ്രിറ്റികളെ സ്പോൺസർ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുമ്പ് എന്ന് വെച്ചാൽ ജൂതന്മാർ ഈ മേഖലയിൽ അതിശക്തമായി പിടിമുറുക്കിയിരുന്നു. അപ്പോൾ ആ സമയത്ത് അറബികളുടെ കയ്യിൽ പൈസ ഇല്ല. അറബികളുടെ കയ്യിൽ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞോടുകൂടി പൈസ ഇല്ലാതായല്ലോ. തുർക്കിയൊക്കെ പോയി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം എണ്ണ നിക്ഷേപം കണ്ടത് ഇവരെ ഈ പൈസ വന്നു തുടങ്ങി. ഈ പൈസ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ വന്ന് ജൂതന്മാർ ബേസിക്കലി അമേരിക്ക ഭരിക്കുന്ന ജൂതന്മാരാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ അവർക്കെതിരെ ലോബി ഉണ്ടായി. നമ്മുടെ ഫോർഡിൻ്റെയൊക്കെ, ഫോർഡ് കാറിൻ്റെ. അവർ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം കുറച്ച് ബാക്ക് ഫൂട്ടിലായിരുന്നു. കാരണം ജൂതന്മാർക്ക് അനുകൂലമായിട്ട് സഹതാപം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പലസ്തീനിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളുകൊണ്ട് ഈ സഹതാപം പതുക്കെ മാറുന്നുണ്ട്. ഈ സഹതാപം മാറുന്ന ഈ ഒരു ഘട്ടത്തിലാണ് അറബികൾ അവിടെ ഇടിച്ചു കയറുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നുവരെ മണി പവർ ഉണ്ട്, അത് വളരെ ഇൻവിസിബിളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയത് ഇന്ത്യക്ക് കിട്ടാത്ത വേൾഡ് കപ്പ് ഖത്തറിന് നമ്മളിതുവരെ ക്ലെയിം ഉന്നയിച്ച് കിട്ടിയില്ല. അത് ഖത്തറിന് കിട്ടും. ഒളിമ്പിക്സിന് അവർ തമ്മിൽ മത്സരമാണ്, ഈ രാജ്യങ്ങളൊരു മത്സരമാണ്. അപ്പോൾ നമ്മൾ ക്ലെയിം വെച്ചാൽ സൗദി അറേബ്യയും ക്ലെയിം വെക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാർ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നു പോകും. ലോകത്തുള്ള പ്രധാനപ്പെട്ട നിങ്ങൾ ഹോളിവുഡ് എടുത്ത് സിനിമകൾ എടുത്തു, അതിൻ്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ ദുബായിയാണ്. ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല. അവരുടെ പെർസ്പെക്റ്റീവിൽ ദുബായ് അവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മിഡിൽ ഈസ്റ്റ്. എന്നാൽ നമ്മൾ വരുന്നില്ല. നമ്മൾ അപൂർവമായി ചില സിനിമകളിലേ വരുന്നുള്ളൂ. അതായത് ഈ മിഷൻ ഇമ്പോസിബിളിൻ്റെ ഒന്ന് തൊട്ടുമുമ്പ് നടന്നത് എനിക്ക് തോന്നുന്നു കാശ്മീരാണ് അതിൻ്റെ ഒരു വിഷയം. അങ്ങനെ കുറച്ച് സിനിമകൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ വേറെ അങ്ങനെ 1-2 സിനിമകൾ. അതല്ലാതെ അവർ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്ത് അവരുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ഇമ്പോർട്ടൻസ് കൂടുമെന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ്ലി അത് പാകിസ്ഥാനും കൂടി ഗുണകരമാണ്. ഇൻഡയറക്റ്റ്ലി പാകിസ്ഥാൻ. പക്ഷേ ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണോ? അല്ല, അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മുമ്പ് അവർ കശ്മീർ വിഷയത്തിലെല്ലാം തന്നെ പൂർണ്ണമായും പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു. ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യയുടെ ഒരു പോസിബിലിറ്റിയും പിന്നെ നരേന്ദ്രമോദി നമ്മൾ പരമ്പരാഗതമായിട്ട് അവർക്ക് ഒരു ബന്ധമുണ്ട്. മോഡി അത് കുറച്ചുകൂടി ഒരു പുതിയ ഒരു കുതിപ്പ് നൽകിയിട്ടുണ്ട് ആ ബന്ധത്തിന്. അതേസമയം തന്നെ പാകിസ്ഥാൻ എന്ന് വെച്ചാൽ വളരെ ചീത്തപ്പേര് കേൾപ്പിക്കുന്നുണ്ട്. ബട്ട് ആഫ്റ്റർ ഓൾ ഇസ്രായേലുമായിട്ട് സൗദി അറേബ്യ ഇപ്പോൾ ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. വിശാല ഇസ്രായേൽ എന്നൊരു അജണ്ട ഉണ്ട് അവർക്ക്. ആ അജണ്ടയിൽ സൗദിയുടെ അടുത്ത് സൗദിയും ഇസ്രായേലുമായിട്ട് ചില സഹകരണങ്ങളുണ്ട്. അതല്ലാതെ അംഗീകരിച്ചിട്ടില്ല. അവരൊന്ന് പലസ്തീൻ 2 രാജ്യം വരട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എനിക്കൊന്ന് വേറെ ചില കാര്യങ്ങളാണ് ഖത്തറിൻ്റെ കാര്യം കൂടുതൽ അടുത്ത ബന്ധങ്ങളുള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ പേടിയാണ്. കാരണം അവരുടെ വിശാല ഇസ്രായേൽ എന്ന സങ്കല്പമുണ്ട്. ഈ വിശാല ഇസ്രായേൽ സങ്കല്പം സൗദിൻ്റെ അതിർത്തിയിൽ കൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അറബികൾക്ക് അതൊരു തലവേദനയാണ്. അപ്പോൾ അങ്ങനെ അവർ നോക്കുമ്പോൾ ഈ മുസ്ലിം രാജ്യങ്ങൾ ആകെപ്പാടെ വലിയ ആണവായുധം ഉള്ള ഒരേ ഒരു രാജ്യം പാകിസ്ഥാനാണ്. ആണവായുധം കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി? ഇപ്പോൾ തന്നെ നമ്മളെ ഈ എസ്കലേഷൻ ശരിക്കും 65 യുദ്ധം പോലെ വലിയൊരു യുദ്ധത്തിലേക്ക് പോകേണ്ടതായിരുന്നു. അതില്ലാതിരിക്കാൻ കാരണം എന്താ? ആണവായുധം ഉള്ളതുകൊണ്ടാണ്. ആണവായുധം വലിയൊരു ഫാക്ടറാണ്. അത് ഇത് പിടിവിട്ടാൽ കൈവിട്ട് പോകുന്ന എല്ലാവർക്കും അറിയാം. എല്ലാവരും ഭയപ്പെടുന്ന. അപ്പോൾ പാകിസ്ഥാൻ്റെ അസറ്റ് എന്ന് പറഞ്ഞപ്പോൾ അതാണ്, ആണവായുധമാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ പാകിസ്ഥാനും സൗദി അറേബ്യയായിട്ട് നല്ല ബന്ധമല്ല, അത്ര നല്ല ബന്ധമല്ല എന്ന് പറയുമ്പോഴും അവർ കൈവിടില്ല. അന്താരാഷ്ട്ര പൊളിറ്റിക്സ് ആരെയും ഇറാനെ പോലും പൂർണ്ണമായി കൈവിട്ടിട്ടൊന്നുമില്ല. ഒരു ബാക്ക് ഡോർ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളത് കാണുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അവിടെ ഈ ഇസ്രായേലിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. വേണ്ട എന്നുള്ളത് അല്ല ഞങ്ങളുടെ നിലപാട്. ഇപ്പോൾ ഇസ്രായേൽ കടന്നു കയറി പണി ഒപ്പിക്കുമെന്ന് തോന്നിയ സമയത്താണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടൊരു സപ്പോർട്ട് ആ മേഖലയ്ക്ക് കൊടുത്തത്. പിന്നെ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ പണ്ടത്തെ പ്രശ്നം ഇല്ല. അവിടെ മൊണോപ്പൊളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. അത് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ട്രംപ് എന്ന് പറഞ്ഞാൽ നമ്മൾ കളിയാക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് അമേരിക്കയുടെ സ്ട്രാറ്റജിക് താല്പര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചെന്താ വെച്ചാൽ ഇയാൾ മറ്റ് അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ അല്ല. ഇയാൾ ഭയങ്കര സ്നേഹമൊക്കെ വാരിക്കൂടി പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. നമ്മൾ ചില ആളുകൾ കണ്ടിരുന്നു.
നമ്മളെ കണ്ട നമ്മളെ പ്രശംസ കൊണ്ട് അങ്ങോട്ട് മൂടും, പക്ഷേ ഒരു കാര്യത്തിനും കൊള്ളില്ല. ഇങ്ങനെ ഒരു അബദ്ധം നമുക്ക് പറ്റിപ്പോയിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ അയാൾക്ക് ഈ പല പല ഇന്ത്യക്കാരും അയാളുടെ പ്രധാനപ്പെട്ട പൊസിഷനിലും അയാൾ കൊണ്ടുവന്നു, അതൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അമേരിക്കയുടെ ബേസിക്കലി ഫോറിൻ പോളിസി ആണെങ്കിലും ഇന്ത്യയുടെ പോളിസി ആണെങ്കിലും അവിടെ ഡീപ് സ്റ്റേറ്റ് തന്നെ തീരുമാനിക്കുന്നതാണ്. ആ ഡീപ് സ്റ്റേറ്റിനെതിരെ ട്രംപ് പോയാൽ ട്രംപ് ഇല്ല. ട്രംപ് ഏതെങ്കിലും ഒരു തീവ്ര വലതുപക്ഷക്കാരൻ അമേരിക്കക്കാരൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക ടെററിസ്റ്റിൻ്റെ വെടിയേറ്റ് മരിച്ചു. ഇതാണ് അമേരിക്കയിലെ അവസ്ഥ. അപ്പോൾ ഇത് ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു പോളിസിയാണ്, മനസ്സിലായില്ലേ? അതിൽ നമ്മളിപ്പോൾ കാണുന്നൊരു ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം പുതിയ സംഭവ വികാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ അറബികൾ കുറച്ചും കൂടി ഒന്നും കൂടി മുന്നോട്ട് ആഞ്ഞിട്ടുണ്ട്. ഈ ജൂത ലോബിക്ക് എവിടെയോ ചെറിയൊരു ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ അവരെ ഇടം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണിപ്പം കാണുന്നത്. അതിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ് ഇപ്പം നമ്മൾ കാണുന്ന ഒരു അടുത്ത കാലത്ത് നമ്മളൊക്കെ ഓർമ്മ വെച്ചതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഗൾഫ് രാജ്യങ്ങൾ നടത്തിയ ഏറ്റവും വലിയ സൂചനകൾ നൽകുന്ന ഒരു സന്ദർശനമാണ്. ഈ സന്ദർശനം നടക്കുന്ന തൊട്ട് മുമ്പുള്ള സാഹചര്യത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് ഉണ്ടായതെന്ന് കൂടി ആലോചിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ മീഡിയ ട്രംപ് പറഞ്ഞതും ഇൻ്റർനാഷണൽ മീഡിയകൾ പറയുന്ന കാര്യം ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങോട്ടാണ് ഇതിൻ്റെ പോക്ക് നമുക്ക് ധാരണ കിട്ടും. അത്ര ശുഭകരമായൊരു സൂചന അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അറബ് രാജ്യങ്ങൾ നമ്മൾ തമ്മിൽ നല്ല ബന്ധമാണ്, നമുക്ക് നോക്കാം, കാത്തിരുന്ന്. അറബ് രാജ്യങ്ങൾ നമ്മൾ തമ്മിൽ നല്ല ബന്ധമാണ് പോലും ഈ ജിഹാദികൾക്ക് സപ്പോർട്ട് കിട്ടുന്നത് നല്ല കാര്യമല്ല. ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ചില മണ്ടവാനില്ലോ മൊത്തമുള്ള മുസ്ലിങ്ങളെല്ലാവരും ജിഹാദികളാണ്. അങ്ങനെ നല്ല ജിഹാദികൾ എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിലെ ഒരു 10% വരുന്ന കുറച്ച് നാളുകളേ ഉള്ളൂ. എല്ലാവരും ജിഹാദി വിളിക്കുന്ന ആളുകളുണ്ട്, അറിയാലോ. അതുകൊട്ടെ ജിഹാദികൾക്ക് സപ്പോർട്ട് കിട്ടുന്നത് ജിഹാദികൾ നല്ല കാര്യമല്ല. പക്ഷേ ട്രംപിന് ഇപ്പോഴുള്ള പോക്കിൽ ജിഹാദികൾക്ക് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലാണ് പല കാര്യങ്ങളും പോകുന്നത്. അല്ലെങ്കിൽ ഇത്തിരൊന്നും സിറിയയിലെ ഭരണാധികാരികൾ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. അതാണ് ഒരു പ്രശ്നം. അവിടെ നമുക്കൊരു സൂചനയുണ്ട്, നമ്മൾ കുറച്ച് അലേർട്ടായിരിക്കണം എന്നുള്ളത്. നമ്മൾ ഇന്റേണലി സ്ട്രോങ് ആയിരിക്കണം. അല്ല, ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബന്ധങ്ങൾ വളരെ പവർഫുൾ ആയിരിക്കണം. അത് പവർഫുള്ളായി നമ്മൾ യുണൈറ്റഡായി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമല്ല. ഇത് ഉപയോഗപ്പെടുത്തിയാണ് ഇവന്മാർ കളിക്കാൻ സാധ്യത. പക്ഷേ ഇവന്മാർ കഴിഞ്ഞ കോൺഫ്ലിക്റ്റ് അത് നടന്നിട്ടില്ല. ഒവൈസി പോലും ബോധത്തോടു കൂടിയും വീരത്തോടു കൂടിയിട്ടാണ് പെരുമാറുന്നത്. എനിക്ക് തോന്നുന്നത് BJP RSS ശ്രദ്ധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു ശക്തി അതാണ്. പിന്നെ ഇതിന് നമുക്ക് വേറെ ചെയ്യേണ്ട ഒരു കാര്യം ആൻറ്റി കൺവേർഷൻ ബില്ല് കൊണ്ടുവരണം, എങ്കിൽ പ്രശ്നം തീർന്നു. ഇതാണല്ലോ ഇപ്പോഴുള്ള തലവേദന. അത് എനിക്ക് തോന്നുന്നു ഈ മോഡിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇതവണ കൊണ്ടുവരുമായിരുന്നു. അതില്ലാത്തതുകൊണ്ടാണ് കൊണ്ടുവരാത്തത്. അതും കൂടി വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ഇവിടെയുള്ള ഒരു മതപരമായ പ്രശ്നങ്ങൾ വലിയൊരു അളവ് വരെ തീരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.